ഇതോ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെതറി തെറിച്ചത് ഇതിലൂടെ വന്നിട്ട് ഈ വഴിക്കാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. ഇത് ഇവിടെ നോക്കിയേ, ഒരു മരത്തിന്റെ വേരിങ്ങനെ പടർന്നു നിൽക്കുന്ന കാഴ്ച. ആലാണോ? അപ്പൊ അതെ, ഒരുപാട് പാറക്കെട്ടുകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മളിനി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകൾ അതിങ്ങനെ അധികം കാര്യമൊന്നും വീഡിയോകൾ ചെയ്തിട്ടില്ല. ഈ ചെക്ക് നല്ല ഒഴുകി വരുന്നതിന് ഒരു ഓസ് വെച്ചിട്ടുണ്ട്. ഓസിൽ കൂടെ താഴോട്ട് വെള്ളം കൊണ്ടുപോകും. നമ്മൾ താഴെ നിന്നിട്ടില്ല ആ ഓസ് പോകുന്ന ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഹായ്, സിജോയാണ്. ഞാനിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ ആർക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഇലപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇപ്പോൾ നമുക്ക് നിലവിൽ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ കയറിപ്പോയി നോക്കി ഇവിടുത്തെ ആ കാഴ്ചകൾ, അതുപോലെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അവിടുത്തെ എന്ത് കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ലീ വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സഞ്ചാരികൾക്ക് ഒരു നിർദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ട്, യാത്രക്കാരെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന സഞ്ചാരികൾ സൂക്ഷിക്കുക. ഇതേ അങ്ങനെ നമ്മളങ്ങനെ കൈക്കുളം പാലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇലപ്പള്ളി വെള്ളച്ചാട്ടം, അല്ലെ ദിലീപ് ബ്രോ? ഒരു തുള്ളി വെള്ളമില്ല, വെള്ളച്ചാട്ടം ഇല്ലാത്ത ഇലപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് കാഴ്ചയിലേക്ക് പോയേക്കാം അല്ലേ? ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ നന്നായിട്ടുള്ള ശക്തിയായിട്ട് വെള്ളച്ചാട്ടം. വെള്ളമുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ നിൽക്കുന്നത് ഇത് അടിപൊളി ഒരു ലൊക്കേഷൻ ആണോ. ഇവിടെ നമ്മുടെ അമ്മ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ദിലീഷ് പോത്തൻ കുളിക്കുന്നതും, അതുപോലെ നമ്മുടെ ദേവദർശിനെ കൊച്ചിനെ കുളിപ്പിക്കുന്നൊക്കെ സീനൊക്കെ ഇവിടെ ചിത്രീകരിച്ചു. അതുപോലെ നമ്മുടെ പുറപ്പാട് എന്ന സിനിമയില് ഇവിടെയാ നമ്മുടെ ഒരു ശ്രീരാമന്റെ ആണോ കാളവണ്ടി വെള്ളത്തിൽ പോകുന്നൊരു സീനില്ലേ, അത് ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്ത് വെച്ചായിരുന്നു. ഇപ്പോഴാണ് സുഖമാട്ടോ, അത്യാവശ്യം പിള്ളേർക്ക് ഇറങ്ങിയത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ അതിനകത്ത് അവിടെ കുളിക്കാം. സെറ്റാ. അതുപോലെ തന്നെ നമ്മുടെ വാസന്തി ലക്ഷ്മിയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, അതൊക്കെ ഇവിടെയാ. അതുപോലെ നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ തുടരുവില്ലേ, കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി, അതിന്റെ ഒരു സീനും കൂടെ ഉണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ അപകടകാരിയായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഇലപ്പള്ളി വെള്ളച്ചാട്ടം. എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന്. പണ്ട് വെള്ളച്ചാട്ടത്തിൽ അല്ലേ? ഇതുണ്ട്, ഒരുപാട് പാറക്കൂട്ടങ്ങളല്ലേ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോ. വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര വഴുവഴുക്കലുള്ള കല്ലൊക്കെ ആയതുകൊണ്ടേ നമ്മൾ ആ കുഴിക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളിനി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകൾ അതിങ്ങനെ അധികം കാര്യമൊന്നും വീഡിയോകൾ ചെയ്തിട്ടില്ല അല്ലേ? ശരി, അഡ്വഞ്ചറായിട്ടൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അതേ പാറയിൽ കയറിപ്പോ. അതെ. പക്ഷേ സ്വന്തം റിസ്കിൽ പോവുക. ഇവിടെ ഒരുപാട് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അറിയത്തില്ലേ കുഴപ്പമുള്ളൂ. അപ്പൊ നമുക്ക് ഈ പാറക്കെട്ടിലൂടെ പോയിട്ട് ഇവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മഴക്കാലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റൂല. അപ്പൊ ഇതാണ് നമ്മുടെ ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ ചില കാഴ്ചകൾ. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായത്. ഇതുണ്ട്, അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ടേ. ഇതിന്റെ കുളിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കല്ലേമുട്ടി ഉണ്ട് തോന്നുന്നല്ലേ? കല്ലേമുട്ടി. എന്ത് ഫോഴ്സിലായിരിക്കും അല്ലേ അവിടെ നിന്ന് വെള്ളം? അവിടെ നിന്ന് വെള്ളം ചെതറുന്ന ചെറിയൊരു തടാകം പോലെ അല്ലേ? ഇപ്പോഴൊക്കെ ഇറങ്ങി കുളിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീന്തി കുളിക്കാം. ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളം ഉണ്ടല്ലോ. മുകളിൽ നിന്ന് പൈപ്പൊക്കെ വന്ന് നടക്കുന്നത്. മേലിൽ നിന്ന് ഒഴുകി വരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ പാർക്കട്ടെ. ഇതിന്റെ ഇടയ്ക്കൊക്കെ പോയി ആൾക്കാർ മരിക്കുന്നത് മഴയത്ത്. ഇതിങ്ങനെ ഒരു കുത്തുകയറ്റം പോലുള്ള സ്ഥലമാണ്. ഈ സൈഡ് എല്ലാം പാറ ഉണ്ടോ, വലിയ അള്ളു പോലെയാ. ഇതോടൊക്കെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടേ. ഇതുണ്ട്, വെള്ളം വീണ് ചെറിയ കുഴികളുണ്ടാകുന്നുണ്ടോ. ഇത് ഇവിടെ നോക്കിയേ, ഒരു മരത്തിന്റെ വേരിങ്ങനെ പടർന്നു നിൽക്കുന്ന കാഴ്ച. ആലാണോ? ഇതോ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെതറി തെറിച്ചത് ഇതിലൂടെ വന്നിട്ട് ഈ വഴിക്കാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. ഇത് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഹോസ് ഇട്ടിട്ടുണ്ടേ താഴോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകുന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. ഈ കുറച്ച് ചില്ലിക്കൂട്ടമൊക്കെ കാണാതെ വളരെ വിരളമായിട്ട് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും തുറക്ക ഭാഗത്തേക്ക് അങ്ങ് പോയാലോ. അതായത് നമ്മളിപ്പം ചെല്ലുന്ന വെള്ളം താട്ട് കുത്തി ഒലിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ പുറമേ നോക്കി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇത്രയും ഭാഗത്തേക്ക് കയറി വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതുകൊണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ 100-200 അടി ഉയർച്ചയിലാണ് ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എലപ്പള്ളി ടൗണ്. എലപ്പള്ളി ടൗണിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഈ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് താഴെ ഇറങ്ങി പോണത്. ഇവിടുന്ന് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി നേരെ അവിടെ ചെല്ലുന്നതാണ് നമ്മൾ. ആശാനെങ്ങനെ നമ്മൾ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഒരു ചെക്ക് ഡാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഡാം മൊത്തം വേണ്ടിയിട്ടാണ് പോലെ ഈ ചെക്ക് ഡാം. പക്ഷേ ഈ ഡാമൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഈ മണൽ കയറി അല്ലേ, ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം തങ്ങിക്കുന്ന ഒരു കാഴ്ച. ഇത് മണ്ണൊക്കെ വാരി മാറ്റുവാണെങ്കിൽ ഇവിടെ നല്ലൊരു കുളിസ്ഥലമായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒരു ചെക്ക് ഡാമിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഇവിടെ എല്ലാം കണ്ടോ മണ്ണൊക്കെ നിറഞ്ഞ് മണലൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കോരിക്കളഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൂടെ വെള്ളം സ്റ്റോർ ചെയ്യാം. മണലൊക്കെ മാറ്റുവാണെങ്കിൽ നല്ലൊരു കഴിവല്ലേ നമുക്ക് കുളിക്കാൻ. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കിടന്നോളൂ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ നികന്നു പോയതുകൊണ്ട് ഒരു ഉപയോഗമില്ലാതായി പോയില്ലേ. ഉണ്ട് ഇവിടുന്ന് ഈ ചെക്ക് ഡാമിൽ നല്ല ഒഴി വരുന്നതായിരുന്നു. ഒരു ഓസ് വെച്ചിട്ടുണ്ട്. ഓസിൽ കൊണ്ട് താഴോട്ട് വെള്ളം കൊണ്ടുപോകും. നമ്മൾ താഴെ നിന്ന് കണ്ടില്ല ആ ഓസ് പോകുന്ന ഇതൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു. ഇനി നമുക്കിവിടെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ കുഴികൾ കാണാവേ. ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള കുഴികൾ. ഈ വെള്ളം ഇങ്ങനെ വന്ന് ശക്തിയായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് വലിയ കുഴിയായിട്ട് മാറുന്നത്. അതെ ഇവിടെ ഉണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ നൂലിട്ടാങ്കായ എന്നൊരു കയമുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമുക്ക് ഈ തയ്ക്കുന്ന നൂലിട്ടാങ്കായം, പണ്ട് കാലത്ത് നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, ഈ ഇപ്പൊ കാണുന്ന രീതിയിലല്ല, അന്ന് വേറെ രീതിയിലായിരുന്നു ആ നൂലൊക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ആ നൂല് ഫുൾ ഇട്ടാൽ പോലും എത്തിയല്ല. അതുകൊണ്ടാണ് ഇതിന് നൂലിട്ടാങ്കായ എന്നൊരു പേര് വന്നത്. അതേ ഭാഗത്താണ് നൂലിട്ടാങ്കായ ഉള്ളത്. നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇത് നോക്കിക്കേ, രണ്ട് കണ്ണ് പോലെ നമുക്ക് പാറ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാം കേട്ടോ. ഇവിടെ എല്ലാം എന്തൊക്കെ ഈ വെള്ളം വീണ് 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 വലിയ കുഴിയായിട്ടിരിക്കുന്ന മാറിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം. വെള്ളം വരുമ്പോ ഇപ്പൊ എന്നാ വരവായിരിക്കും അല്ലേ, നല്ല ഫോഴ്സിലല്ലേ വെള്ളം വരുന്നത്. അപ്പൊ നോക്കിക്കേണ്ടിയൊക്കെ ആ പാറയുടെ ഒക്കെ രൂപം മാറിയിരിക്കുന്നതിന്റെ കാഴ്ച കുത്തിയേക്കുന്ന പോലെ പാറ കുത്തിയത്. ഇതൊക്കെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ചെറിയ തടാകം പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണുന്നത്. അത് പെട്ടുപോയാൽ പെട്ടാലേ, പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. വെള്ളം ഉള്ള സമയം ഇതിലൊക്കെ വന്നാൽ വെടിയും പുകയും തീരും. കണ്ടു കഴിഞ്ഞാൽ പേടിയാവൂലേ എന്റെ പൊന്നോ മതി. ഇവിടൊക്കെ ഇങ്ങനെ താഴെ കൊണ്ട് കണ്ടക്കൊണ്ട് മരങ്ങളെല്ലാം ഇപ്പൊ ഉണ്ട് അല്ലേ. ഇതൊക്കെ മരങ്ങൾ നല്ല തണുപ്പും തണലൊക്കെ ഉണ്ടേ. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കാഴ്ചകൾ കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാവും. നോക്കിക്കേ, മനുഷ്യ ശരീരത്തിലെ തലയോട്ടിയുടെ ഒരു ഭാഗം പോലെയൊക്കെ തോന്നുന്നത്. അസ്ഥികൂടത്തിന്റെ നമ്മുടെ കണ്ണൊക്കെ ഇരിക്കുകയില്ലേ, ഏതാണ്ട് ആ ഭാഗം പോലെ ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ വെള്ളം വീണ് വീണ് ഇങ്ങനെ ഒരു പാറ വലിയ ഗർത്തമായി മാറിയേക്കുന്നതിൻ്റെ ഒരു കാഴ്ച ചെയ്ത്. ഇപ്പൊ ആശാന ഞാൻ പറഞ്ഞില്ല നൂലിട്ടാങ്കായം, ഇതേ കാണുന്ന കേട്ടോ. നൂലിട്ടാങ്കായം ഇത് കാണുമ്പോൾ തന്നെ പേടിയാവും. പൊന്നോ മതി. ഇതാണോ? ഇതാണ് നൂലിട്ടാങ്കായം. എൻ്റെ അടിവശം പോലും കാണത്തില്ല, അത്രയ്ക്ക് ആഴമുണ്ട് അതിന്. അങ്ങോട്ടൊന്നും അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ഇല്ല, ഇവിടെ വരുള്ളൂ. അപ്പോൾ ദേ ഈ കാണുന്നത് നമ്മുടെ മൂലമറ്റം ടൗൺ ആണേ. അവിടെ നിന്ന് വരുന്ന നമ്മുടെ വാഗവൺ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. വാഗവൺ, പുള്ളിക്കാനം, മന്ത്യമ്പാറ വഴി നമ്മുടെ എടാട് എലപ്പള്ളി വഴി പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ആ റോഡിന്റെ അടുത്തുള്ള നമ്മൾ താഴ്ന്ന വീഡിയോ ഒക്കെ എടുത്തില്ലായിരുന്നോ, ആ കലും കാണാൻ ദേ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നത് വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. കാരണം ഇവിടെ മുഴുവൻ ഈ പാറക്കെട്ട് കണ്ടോ, മുഴുവൻ പാറക്കെട്ട്, താഴെ ഒരു കായം. അപ്പോൾ നമ്മളിവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള കാര്യമില്ല, നമ്മൾ പറക്കിക്കൊണ്ട് പോയാൽ മതി. ആ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലാത്ത കാഴ്ചകൾ. ഇങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. സൂപ്പർ കയം, നൂലിട്ടാൻ കയം, നല്ല ഇടിവെട്ട് കയം കേട്ടോ, പറയാതിരിക്കാൻ പറ്റിയല്ല. കയമാണ്. അതുപോലെ ഇത് പാറകളുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. ഡേഞ്ചർ പിടിച്ച ഒരു സ്ഥലം കേട്ടോ. മഴക്കാലത്ത് ഈ പരിസരത്തോട്ട് വരാനേ നോക്കണ്ട, വേനൽക്കാലത്ത് മാത്രമേ വരാൻ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടപാട് തീരും. അജാതിയുള്ള മൊത്തം പാറക്കെട്ട. ഒന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ ഒരു 10-250 അടി താഴ്ച പോയിട്ട് പോകും.
അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങോട്ട് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ പറയും ഇവിടെ ഒന്ന് സ്ഥലം കാണാമെന്ന്. പക്ഷെ നമ്മൾ ഇവിടെ ആൾക്കാരോട് നമ്മൾ പറയുന്നത് ആരും ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ സ്ഥലം നാട്ടിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആരും ഇതൊക്കെ ഒന്ന് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.